ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 60ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. സാങ്കേതിക മേഖലയിലെ പുരോഗതി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ മുന്നേറ്റമാണ് സേനാ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രചാരണത്തിന് ചൂടേറി. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണത്തിനും തുടക്കം. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. നിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 60ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. ഇന്നും നാളെയും സമ്മേളനത്തിന് കീഴിൽ നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ആഭ്യന്തര സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം, സ്ത്രീ സുരക്ഷ, പോലീസിലെ നവീകരണങ്ങൾ എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ നാളെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കും. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പാർലമെന്റിലെ ഇരുസഭകളിലെയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സർക്കാർ സഹകരണം തേടും. അടുത്ത മാസം 1 മുതൽ ഡിസംബർ 19 വരെ ശീതകാല സമ്മേളനം നടക്കും. നാവികസേനാ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുധനാഴ്ച തിരുവനന്തപുരത്തെത്തും. ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ നാവികസേനയുടെ പോരാട്ട വീര്യം പ്രദർശിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറും. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി പരിപാടിക്ക് ആതിഥേയത്വം വഹിക്കും. പരിപാടിയുടെ ഡ്രസ് റിഹേഴ്സൽ ഇന്നും തിങ്കളാഴ്ചയും ശംഖുമുഖത്ത് നടക്കും. സാങ്കേതിക മേഖലയിലെ പുരോഗതിയെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയുള്ള മുന്നേറ്റമാണ് സേനാ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ ഏറ്റെടുത്തുകൊണ്ട് കേഡറ്റുകൾ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം പറഞ്ഞു. Remind yourself of the lines of the Indian Naval Academy prayer, courage to face and overcome my own doubts and prejudices, the fortitude to defend the right and shun the wrong. A harder right may lead to temporary setback, but remember, ups and downs are always part of life. A bend in a road is not the end of the road, so never ever give up. 232 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ഇതിൽ 34 പേർ വനിതാ കേഡറ്റുകളാണ്. ബംഗ്ലാദേശ്, മൊസാംബിക്, ശ്രീലങ്ക, വിയറ്റ്നാം, സീഷെൽസ്, മാലദ്വീപ്, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 18 പേരുമുണ്ടായിരുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകളും പ്രചാരണ പരിപാടികളും പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ കൂടി ആകാശവാണി വാർത്തകളിൽ ഉൾപ്പെടുത്തുകയാണ്. ഇന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് മനസ്സിലാക്കാം. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾ എന്നിവയിലേക്കുമുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. കൂടാതെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ തെരഞ്ഞെടുപ്പ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വിവിധ ചുമതലകളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഹിക്കുന്നുണ്ട്. കേരളത്തിൽ 1993 ഡിസംബർ 3 തീയതി രൂപീകൃതമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1995 മുതൽ കൃത്യമായി 5 വർഷം കൂടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിവരുന്നു. നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം ആരംഭിച്ചു. ആദ്യഘട്ട പരിശോധന കഴിഞ്ഞ് പ്രവർത്തന സജ്ജമായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് ജില്ലകളിലെ സ്ട്രോങ് റൂമുകളിൽ നിന്ന് വിതരണ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടേറി. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വാശിയോടെ പ്രചാരണം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമായ മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാണ് മൂന്ന് മുന്നണികളുടെയും പോരാട്ടം. വികസന മുരടിപ്പ്, അഴിമതി, മാലിന്യ പ്രശ്നം, തെരുവുനായ ശല്യം, കുടിവെള്ള പ്രശ്നം, റോഡുകളുടെ ദുസ്ഥിതി തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് UDF NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണം. 25 വർഷമായി നടപ്പാക്കിയ വികസന പദ്ധതികൾ എടുത്തുകാട്ടിയാണ് LDFന്റെ പ്രചാരണം. വീടുകളിലെത്തി വോട്ടർമാർക്ക് ലഘുലേഖകൾ നൽകി വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ മൂന്ന് മുന്നണികളുടെയും സംസ്ഥാന നേതാക്കൾ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾ പങ്കെടുത്തു കഴിഞ്ഞു. LDF 38, UDF 10, NDA 6, സ്വതന്ത്രൻ 1 ഇങ്ങനെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ജയം. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഫോം ഒപ്പിട്ട് പൂരിപ്പിച്ച് തന്നവർ എല്ലാം ഡ്രാഫ്റ്റിലുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2002 പട്ടികയിൽ ഇല്ലാത്തവരുടെ വിവരങ്ങൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ പരിശോധന നടത്തി അതിൽ ഹിയറിംഗ് നടത്തുമെന്നും ശ്രീ കേൽക്കർ അറിയിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കാൻ പ്രത്യേക യജ്ഞവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടം. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് ജില്ലയിൽ എന്യൂമറേഷൻ ഫോം വിതരണം ഇതിനകം 99% പിന്നിട്ടിട്ടുണ്ട്. വിതരണം ചെയ്ത ഫോമുകൾ 70%-ലേറെ ഫോമുകൾ തിരികെ വാങ്ങി BLOമാർ ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞു. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട സംശയ ദൂരീകരണത്തിനും എല്ലാ വില്ലേജ് ഓഫീസുകളും ഹെൽപ്പ് ഡെസ്കും സജ്ജീകരിച്ചിട്ടുണ്ട്. BLO സൂപ്പർവൈസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാവും. പൂരിപ്പിച്ച ഫോം തിരികെ നൽകാൻ ഡിസംബർ 4 വരെ സമയമുണ്ടെങ്കിലും നടപടികൾ പരമാവധി വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതുവഴി അവസാനഘട്ടത്തിലെ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് എന്യൂമറേഷൻ ഫോം ശേഖരണത്തിനായി പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും ഇന്നും നാളെയും രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ തുറന്ന് പ്രവർത്തിക്കും. വോട്ടർമാർ പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോം കളക്ഷൻ സെന്ററായ വില്ലേജ് ഓഫീസിലെത്തിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ മൻ കി ബാത് കേൾക്കാം. ശ്രീലങ്കയിൽ ദുരന്തം സൃഷ്ടിച്ച ദിത്വ ചുഴലിക്കാറ്റ് നിലവിൽ തമിഴ്നാടിന്റെ തീരത്തേക്ക് നീങ്ങുന്നു. ചുഴലിക്കാറ്റ് നാളെ പുലർച്ചയോടെ വടക്കൻ തമിഴ്നാടിനും തെക്കൻ ആന്ധ്ര തീരത്തിനും സമീപം തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെത്താൻ സാധ്യതയുണ്ട്. തമിഴ്നാട് തീരങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ പ്രദേശങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. പ്രതികൂല കാലാവസ്ഥ കാരണം പൊതുജനങ്ങൾ വീടിനുള്ളിൽ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലകളിൽ NDRF ടീമുകളെ വിന്യസിച്ചു. ദിത്വ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ കൊളംബോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചുവിട്ട എല്ലാ വിമാനങ്ങളും ലക്ഷ്യസ്ഥാനത്തേക്ക് ഇന്ന് മടങ്ങും. അബുദാബി, കൗലാലംപൂർ, ദുബായ്, ദോഹ, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് കൊളംബോയിലേക്കുള്ള 5 വിമാനങ്ങളാണ് ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. ഇവയിൽ 3 കൊളംബോയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ജലം കൊണ്ടുപോകണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാടിന് കത്തയച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതേ തുടർന്ന് ഇന്നലെ മുതൽ തമിഴ്നാട് ടണൽ വഴി കൂടുതൽ ജലം കൊണ്ടുപോയി തുടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് 140.20 അടിയായിരുന്നു ജലനിരപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഛത്തീസ്ഗഡിൽ നടക്കുന്ന സംസ്ഥാന പോലീസ് മേധാവിമാരുടെയും ഇൻസ്പെക്ടർ ജനറൽമാരുടെയും 60ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. സാങ്കേതിക മേഖലയിലെ പുരോഗതി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയ മുന്നേറ്റമാണ് സേനാ വിഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രചാരണത്തിന് ചൂടേറി. വോട്ടിംഗ് മെഷീനുകളുടെ വിതരണത്തിനും തുടക്കം. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ.
ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.